പെട്ടെന്ന് ഈ പാട്ടും ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ബാക്ക് സ്റ്റേജ് ഓർമ്മകൾ ഇങ്ങനെ കുച്ചു 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 എന്ന് വന്നോ? അല്ല അങ്ങനെ വന്നില്ലെങ്കിലും വൃത്തിയുടെ ശബ്ദത്തിൽ വന്നില്ല, പക്ഷേ ബാക്ക് സ്റ്റേജ് ഓർമ്മകൾ എന്നാ കേൾക്കാം. കലാഭവന്റെ ഒരു ബെന്നിച്ചേട്ടനാണ്. എനിക്കറിയാം, എന്റെ സാറാണ്. ബെന്നിച്ചേട്ടന്റെ സംസാരങ്ങളൊക്കെ ഉണ്ട്. ബെന്നിച്ചേട്ടൻ അറിയാൻ ഇമാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ പുള്ളി അച്ചടിച്ച ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ ബെന്നിച്ചേട്ടന്റെ നാട്ടിലെ പാലയിലെ പ്രോഗ്രാം കലാഭവന്റെ. അപ്പൊ നമ്മൾ ഈ ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്ന് എനിക്കൊരു ഐറ്റം കൂടുതൽ തരണം കേട്ടോ, അച്ഛനും അമ്മയും ഒക്കെ ഫാമിലിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണ കലാഭവന്റെ സ്റ്റേജിൽ ബാലേന്ദ്ര മേനോൻ സാറിന് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാനാ. അപ്പൊ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഷിവചാനാണ് അനൗൺസർ, എന്റെ ചേട്ടനാണ് അനൗൺസർ. അപ്പം ഈ ബെന്നിച്ചേട്ടൻ എന്ത് ചെയ്ത് അച്ഛനോട് എന്ന് പറഞ്ഞു, എടാ ശുഭു ഇന്ന് ബാലേന്ദ്ര മേനോൻ ഞാൻ പറയും. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ, കാര്യം നമ്മൾ എപ്പോഴും അങ്ങനെ ഉള്ളതാണ്, നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇത് കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞില്ല. അപ്പൊ അച്ഛൻ ഇരുട്ടത്തിൽ നിന്ന് അനൗൺസ് ചെയ്യാൻ അടുത്തായിട്ട് കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ബാലചന്ദ്ര മേനോ എന്ന് പറയുമ്പോ ഈ മ്യൂസിക്കാ. ഞാൻ ഈ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോ ഞാൻ ബെന്നിച്ചേട്ടൻ ഇങ്ങനെ വന്ന് ഞാൻ ഒരൊറ്റ മൈക്കല്ലേ ഉള്ളൂ, ഇവിടെ വന്ന് നിക്കുക. ഞങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കിക്കഴിഞ്ഞിട്ട് ബെന്നിച്ചേട്ടൻ അങ്ങ് തിരിച്ചു പോയാ മതി. ബെന്നിച്ചേട്ടൻ ഉടനെ എന്നെ നോക്കിയിട്ട് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അത് കൈ നിട്ടതാണോ? ബാലേന്ദ്രൻ പറഞ്ഞു നീ പോവാൻ. അതുണ്ടായി അതിനിടയ്ക്ക്. അപ്പൊ എന്നെ നോക്കിട്ട് ബെന്നിച്ചേട്ടൻ ഞാൻ പറഞ്ഞു ബാലചന്ദ്രൻ എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുമ്പോ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ പുള്ളിയുടെ, എനിക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് പോടത്തേണ്ടി എപ്പോഴും പുള്ളി ഈ സാധനം ചെയ്യണവർക്ക് കൂടുതലാ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാഫർക്കയുടെ ഒക്കെ ഉണ്ട്. ജാഫർക്ക് ആകെ പാട ചെയ്യുന്ന എന്നെ ഫർഗീസ് ചേട്ടന്റെ ശബ്ദമാണ്. ആരാടാ നിന്നെ ചവിട്ടിയത്? ആണ്ടവനോ സേഡ്ജിയോ? ചവിട്ടിയതല്ല, കാലുകൊണ്ട് ഒരച്ചതാ. ഇതാണ് ഡയലോഗ്. അപ്പൊ ജാഫർക്ക് ഇങ്ങനെ വരിക, ആരാടാ നിന്നെ ചവിട്ടിയത്? ആണ്ടവനോ സേഡ്ജിയോ? സേഡ്ജി എല്ലാം ഓക്കെ. വിളിച്ചു പറഞ്ഞു പിന്നെ കാര്യമില്ലല്ലോ. അതുപോലെ കുറെ ഉണ്ട്. അയ്യോ പണ്ട് നെടുമുടി വേണിച്ചേട്ടന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇതാണ്. എന്റെ അമ്മയുടെ ശബ്ദം ആറ്റിക്കൽ ഒഴുകി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട്, ഇതെല്ലാരും ഇതാ പറയുന്നത്. കേട്ട് കേട്ട് ആൾക്കാരും മടുത്തു. കലാഭവന്റെ സ്റ്റേജിൽ നമ്മളെ പ്രചോദ മടുത്തു. അപ്പൊ എന്റെ അമ്മയുടെ ശവം ആറ്റിക്കൽ ഒഴുകി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എടാ കൊറേ നാളാണ് ഒഴുകി നടക്കാൻ തുടങ്ങി, എവിടെങ്കിലും കൊണ്ട് കുടിച്ചിട്ടാ. ശരി, അപ്പൊ രണ്ടെണ്ണം ഓർത്ത് വെച്ച അപ്പോഴത്തേക്കും ഞാനിവിടെ മഹാന്റെ അടുത്തേക്ക് പോകട്ടെ. ഒരു വലിയൊരു കമ്പനിയുടെ ഇവന്റ്, ഒരു ലോഞ്ചാണ് ഒരു പരിപാടിയുടെ. ഞാൻ വരുന്നതിന് മുമ്പ് അവിടെ അവര് ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്, അതായത് നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ലോഞ്ച് തുടങ്ങും. അതായത് ഒരു ജീപ്പിന്റെയോ മഹീന്ദ്രയുടെ അതുപോലത്തെ ഒരു വലിയ കമ്പനിയുടെ പ്രൊജക്ടറിലാണ് ഇട്ടിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൊജക്ടർ ഓൺ ആവുന്നു, ലോഞ്ച് മറ്റേ ലോഗോ വരുന്നു, മ്യൂസിക് വരുന്നു, ഇതുപോലെ പൊട്ടിക്കല് കാര്യങ്ങൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനൊരു ടൈമിംഗ് ഉണ്ട്. ഇതെല്ലാം സെക്കൻഡ്സ് വെച്ച് അവർ പ്ലാൻ ചെയ്തിരിക്കുക. എല്ലാം കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വേറെ ഏതോ ഒരു സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇതൊന്നും അറിയാതെ ഞാൻ സ്റ്റേജിലേക്ക് വരുക. ഞാൻ സ്റ്റേജിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടുക്കൂടെ വരാൻ പറ്റില്ലല്ലോ, ഓഡിയൻസിനെ കാണൂലേ. അതുകൊണ്ട് സ്റ്റേജിൻ്റെ സൈഡിൽ കൂടി കയറി ഇങ്ങനെ വരുന്നു. ഈ സമയം കറക്റ്റ് ടൈമിങ് തന്നെ ഈ ലോഗോ പ്രകാശനമാണ്. പ്രൊജക്ടർ ഓൺ ആവുന്നു. എന്നെയും കൊണ്ട് മറ്റേ കൂട്ടുകാരൻ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഈ പ്രൊജക്ടറിന്റെ മുന്നിൽ കൂടെ നടന്നപ്പോ അവിടെ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ ജുറാസിക് പാർക്കിലെ ദിനോസർ അതിന്റെ കുഞ്ഞിനെ കൊണ്ട് പോകും. വിഷ്വലാണ്. പിന്നെ ഞാൻ അടുത്ത കട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ 4 പേരെ ആ കമ്പനി പറഞ്ഞു വിടുക. കാരണം ലോഞ്ച് പൊളിഞ്ഞു. കാരണം ആലോചിക്ക് ഇങ്ങനെ. അതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു അനുഭവം, ദിലീപേട്ടന്റെ ഷോയ്ക്ക് വേണ്ടിട്ട് ആനയുണ്ട്. ആനയുടെ മുൻവശത്ത് ഒരാൾ നിൽക്കണം, പുറകിലൊരു ആൾ നിൽക്കണം. പാപ്പാൻ ഞാൻ വേണം ഈ ആനയെ തെളിച്ചോണ്ട് വരാൻ. കാരണം അകത്ത് നിൽക്കുന്ന 2 പേർക്കും ഫ്രണ്ടും ബാക്കും ഒരാവേശത്തിന് ആനയുടെ ഫ്രണ്ടിൽ ആദ്യം കയറി അനിഫിക്ക കയറിയത്. പറഞ്ഞിട്ട് അനിഫിക്ക കയറി. ബാക്കിൽ ഡാൻസ് ചെയ്യുന്ന ബാലയില്ലേ, ഡാൻസർ പഴയ ബാലയും കയറി.
അപ്പം ഞാൻ ഈ ആനയും കൊണ്ട് പോകുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് ആനയുടെ മലയാളവും ബാക്കിൽ നിന്ന് തമിഴുവാ. എതിരെ പോടണം അല്ല ഇന്ത വഴിക്ക് പോടണം. അങ്ങനെ ഒരു കണക്കിന് ഞാൻ ആന പിടിച്ച് തെളിച്ചിങ്ങനെ കൊണ്ടുവന്ന് പകുതിക്ക് വന്നപ്പോൾ ലൈറ്റ് ഓഫ് ആയപ്പോൾ എനിക്ക് സ്ഥലം കാണാൻ പറ്റത്തില്ല. ബാക്കിൽ സൗണ്ട് കേട്ടിട്ട് ലൈറ്റ് ഓൺ ആയപ്പോ ഞാൻ നോക്കിയപ്പോ ആന ബാക്ക് സ്റ്റേജിൽ സ്റ്റേജും കവിഞ്ഞിട്ട് മുഞ്ഞി കുത്തി കിടക്കും. ആനയുടെ ഫ്രണ്ടിൽ നിന്ന് മലയാളത്തിൽ നിലവിളിയും ബാക്കിൽ നിന്ന് തമിഴിൽ നിലവിളി. കാരണം ഇത് പൊക്കിയാലേ ഇവർക്ക് ഇറങ്ങി വരാൻ പറ്റും. ഇതുപോലുള്ള അബദ്ധങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇനി ഒന്നുമില്ല, ഞാൻ ഇതിലൊന്നും പെടാത്താന്ന് പറഞ്ഞൊരു മാന്യൻ ഇവിടെ നിപ്പുണ്ട്. അല്ല പറഞ്ഞു തുടങ്ങിയ മൊത്തം അബദ്ധങ്ങൾ കേക്കട്ടെ. എനിക്ക് പറ്റിയ അബദ്ധമല്ല. നമ്മുടെ വീടിന്റെ അടുത്ത് ക്രിസ്മസ് ആവുമ്പോ എല്ലാ കൊല്ലവും കൃത്യമായിട്ട് ക്രിസ്മസിന്റെ നാടകം കളിക്കും. അതായത് ഔസേപ്പിതാവും മാതാവും സെൻസസിന് വേണ്ടിയിട്ടാണ്, സെൻസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ വരുന്നത്. ബെത്ലഹേമിൽ വരുന്നു. പൂർണ്ണ ഗർഭിണിയാണ് മാതാവ്. ഇതാണ് കഥ. പൂർണ്ണ ഗർഭിണിയാണ്. വന്നിട്ട് പറയുന്നു എന്താണ്, എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ അവിടെ ലോഡ്ജിലൊന്നും മുറിയില്ല, എല്ലായിടത്തും തിരക്കാണ്. ഇവിടെ ഇല്ല എന്ന് പറയുന്നു. കാലിത്തൊഴുത്തിൽ പോയി പ്രസവിക്കുന്നു. അതാണ് ക്രിസ്മസ്. അതെ, ഇതാണ് കഥ. ഈ കഥ പള്ളിയിലച്ഛൻ നാടകം കളിപ്പിക്കുകയാണ്. അപ്പൊ മത്തായിച്ചൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് സ്ഥിരമായിട്ട് ഔസേപ്പിതാവുന്നത്. പക്ഷെ ഈ പ്രാവശ്യം മത്തായിച്ചൻ അടിച്ച് ഇഞ്ചപ്പറ്റും തൂശതലയാണ്. അപ്പൊ പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞു എന്ന് വെച്ചാല്, ഈ പ്രാവശ്യം നീ ആവണ്ട ഔസേപ്പിതാവ്, നീ മറ്റേ ലോഡ്ജിൽ ആളായാൽ മതി. എടാ ചൗരോ നീ ആവെന്ന് പറഞ്ഞു. അങ്ങനെ ചൗരോ ഔസേപ്പിതാവായി. മത്തായിച്ചന് ഭയങ്കര ഈഗോ അടിച്ച്. മത്തായിച്ചന്റെ ഉള്ളിൽ ഭയങ്കര പക കയറി. അപ്പൊ മത്തായിച്ചന്റെ ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഔസേപ്പിതാവ് എന്ന് പറയും ഇവിടെ മുറിയുണ്ടോ എന്ന് പറയുമ്പോ അവര് പറയും ഇവിടെ ഇല്ല, മുറിയില്ല എന്ന് പറയും. നാടകം തുടങ്ങി. മത്തായിച്ചൻ അന്നും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഔസേപ്പിതാവിന് മാതാവ് വരികയാണ്. എന്നിട്ട് ഞങ്ങൾ അങ്ങ് ഇസ്രായേലിൽ നിന്ന് വരികയാണ്, ബെത്ലഹേമിൽ വന്നതാണ്. എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. സത്രത്തിൽ ഒരു മുറിയുണ്ടോ എന്ന് നോക്കൂ. മത്തായിച്ചൻ, മുറിയുണ്ടല്ലോ, വാ. ഒന്നും കൂടി ഒന്ന് ഉണ്ടാവില്ലല്ലോ. എല്ലാ ആളുകളും നോക്കിക്കോ. പള്ളിയിലച്ഛൻ മനസ്സിലായി പണി പാളി ഉണ്ട്. വാ, എല്ലാ സൗകര്യവും കേറിക്കോന്ന് പറയും. അപ്പോ അവിടെയാണ് ചൗരയുടെ ഒരു ഹീറോയിസം. ചൗരോ മറിയം നീ ഇവിടെ ഞാൻ നോക്കിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട്, കൊള്ളൂലടി ഇതിന് നല്ല കാലിത്തൊഴുത്താണ്, കാലിത്തൊഴുത്താന്ന് പറഞ്ഞു പോയിട്ട് ഇത് ഉള്ളിൽ അങ്ങനെയൊക്കെ ചെയ്ത ആർട്ടിസ്റ്റ് ബോൺ. ആ കഥയാണ് എനിക്ക് പറയാനുള്ള കഥ.